സർ, നമ്മുടെ ബംഗാൾ വോട്ടെടുപ്പിലേക്ക് നീങ്ങുകയാണ്. അതെ. ഇപ്പോൾ അമിത്ഷാ, അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി, BJP-യുടെ മുൻ ദേശീയ അധ്യക്ഷൻ നരേന്ദ്രമോദിയുടെ വലം കൈ, അദ്ദേഹം ബംഗാളിൽ വന്ന് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയാണ്. മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്, 2014 അദ്ദേഹം UP ക്യാമ്പ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. അന്ന് 80-ൽ 72 സീറ്റുമായിട്ട് BJP വലിയ അട്ടിമറി വിജയം നേടുകയായിരുന്നു. ഈ ബംഗാളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? മമതയ്ക്ക് ഒരു ഇടർച്ച ഉണ്ടാകുമോ? BJP നേട്ടം കൊയ്യുമോ? BJPക്ക് ഭരണത്തിലെത്താൻ കഴിയുമോ? എന്തായാലും ഇപ്പോൾ 3 എന്നുള്ളത് 77 സീറ്റായിട്ട് വർദ്ധിപ്പിച്ചു. അവിടെ നിന്ന് BJPക്ക് ഒരു വലിയ കുതിച്ചുചാട്ടം, അതായത് ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിലേക്ക് പോകാൻ കഴിയുമോ? 0-ൽ നിന്ന് ത്രിപുരയിലെ ഭരണം പിടിച്ച ചരിത്രം നമുക്കറിയാം. എങ്കിലും എന്താണ് ബംഗാളിലെ അവസ്ഥ? ത്രിപുരയല്ല ബംഗാൾ. കാരണം ത്രിപുരയിൽ മമതയെ പോലെ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു നേതാവില്ലായിരുന്നു. അതെ, ശരി. ഇവിടെ അങ്ങനെയല്ല. മമതാ ബാനർജി ബംഗാളിൽ കിടന്ന്, പ്രത്യേകിച്ച് ജ്യോതി ബാസുവിൻ്റെ കാലഘട്ടത്തിലെ ആ ഒരു 30 വർഷത്തെ ഭരണത്തിൽ, 25 വർഷം അദ്ദേഹത്തിൻ്റെയും ബുദ്ധദേവൻ്റെ കൂടെ ചേർത്തൊരു 30 വർഷത്തെ തുടർച്ചയായ ഭരണത്തിൻ്റെ ഫലമായിട്ട് മാർക്സിസ്റ്റുകാർ എന്തൊക്കെ തന്ത്രങ്ങൾ ഭരണം എടുക്കാൻ നിർത്തുന്നു, കുതന്ത്രങ്ങൾ എന്തൊക്കെ പയറ്റുന്നു, അതെല്ലാം മമത പഠിച്ചു കഴിഞ്ഞു. അതിനെല്ലാം നേരിട്ട ആളും കൂടിയാണ്. നേരിട്ട് അടികൊണ്ട്. കാരണം ഇതുപോലെ അവർ ഒരിക്കൽ 80-ൽ അവിടുന്ന് 89-ൽ ജയിച്ചു കഴിഞ്ഞപ്പം ഇതുപോലെ ഒരിക്കൽ ജ്യോതി ബാസുവിൻ്റെ ഓഫീസിലേക്ക് അവരൊരു മാർച്ച് നടത്തി. അന്നൊരു DYFI-കാരൻ ഒരു പെൺകുട്ടിയെ, വെറും സാധാരണ മനുഷ്യനാണ്, DYFI-കാരൻ എന്നുള്ളൊരു ലേബലേ ഉള്ളൂ, അയാൾ ഒരു പെൺകുട്ടിയെ, വികലാംഗയെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മമതാ ബാനർജി ആ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് റൈറ്റേഴ്സ് ബിൽഡിങ്ങിലേക്ക് കയറി വരികയും അവിടെ വെച്ച് അവരുടെ പോലീസ് അതിക്രൂരമായിട്ട്, ജ്യോതി ബാസു പറഞ്ഞ് ഇവളെ വിട്ടുകളയരുത്, ഇതൊരു ഭയങ്കരമായ തീപ്പൊരിയാണ്, ഇതിനെ കൈവിട്ടാൽ ഇവൾ നമ്മളെ ശരിയായി കളയുമെന്ന് ജ്യോതി ബാസു പറഞ്ഞു. അതനുസരിച്ച് പോലീസ് അടിച്ച് തകർത്ത് കളഞ്ഞു. വെടിവെപ്പ് വരെ നടന്നു. 5-6 പേരെങ്കിലും മരിച്ചെന്നാണ് എൻ്റെ ഓർമ്മ. ആ വെടിവെപ്പ് ഉൾപ്പെടെ 13 പേരെ വരെ മരിച്ചു. അങ്ങനെ വലിയ വെടിവെപ്പ് വരെ നടന്നു 89. അന്ന് ഇവര് അവിടുന്ന് ജയിച്ച് വന്നതേ ഉള്ളൂ, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നീട് മത്സരിച്ചപ്പോൾ അവരെ തോൽപ്പിക്കാനായിട്ട് വേണ്ട ഏർപ്പാട് ചെയ്ത് ജ്യോതി ബാസു അവരെ തോൽപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം അനുഭവങ്ങളിലൂടെ അവർ പഠിച്ചു. അതായത് ശരിക്കു പറഞ്ഞാൽ തീച്ചൂളയിലൂടെ കടന്നു വന്ന ഒരു നേതാവ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഗ്രാമത്തിൽ വളർന്ന ഒരു കോൺഗ്രസ്സുകാരി ഒന്ന് ആലോചിച്ചു. കോൺഗ്രസ്സുകാരനുമല്ല, കോൺഗ്രസ്സുകാരി. അതാണ് മമതാ ബാനർജി. അവർക്ക് എല്ലാ കളികളും അവിടെ നിന്ന് അവർ പഠിക്കാൻ സാധിച്ചു. അതൊന്നും ഒരു ഭയന്നില്ല എന്ന് മാത്രമല്ല, ജീവത്യാഗം വേറെ നോക്കാനില്ലല്ലോ, ജീവത്യാഗം ചെയ്ത് അതിനകത്ത് നിന്ന് അവരാദ്യം ശരിക്കും പറഞ്ഞ ഈ നുഴഞ്ഞുകയറ്റക്കാർക്കെതിരായിരുന്നു. നുഴഞ്ഞുകയറ്റക്കാർക്കെതിരായിട്ട് ബില്ല് കൊണ്ടുവന്നപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത ആളാണ്. സാർ, 2011 തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ വലിയ വായിൽ നിലവിളിക്കുകയായിരുന്നു, ഈ നുഴഞ്ഞുകയറ്റക്കാരെ മുഴുവനും ഒഴിവാക്കണം, വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണം എന്നൊക്കെ പറഞ്ഞു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ മാർക്സിസ്റ്റ് പാർട്ടി റോഹിംഗ്യൻസിനെ ഉപയോഗിച്ചിട്ടാണ് ഭരണം നിലനിർത്തിക്കുന്നത്. ഭരണം പിടിക്കാൻ അവിടുത്തെ തല പൊക്കുന്ന ഏത് നേതാവും, കോൺഗ്രസിന്റെയൊക്കെ ഏത് നേതാവ് തല പൊക്കിയാലും അവന്റെ തല വെട്ടാനായിട്ട് റോഹിംഗ്യൻസിനെയാണ് ഉപയോഗിക്കുക. ഇവൻ വെട്ടും, ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അതിർത്തി കടന്ന് ക്രൂരന്മാരാണ്. പോലീസ് എസ്കോർട്ട് വരെ കൊടുക്കും, അതിർത്തി വരെ പോലീസ് എസ്കോർട്ട് കൊടുത്ത് അതിർത്തി കടത്തിയും വിടും. അങ്ങനെ കൊള്ളയും കൊലയും കൊലപാതകവും ഒക്കെ ആയിട്ട് അവിടെ ഭംഗിയായിട്ട് കഴിഞ്ഞു പോകുന്ന കാലഘട്ടത്തിലാണ് മമതാ ബാനർജി ഇതെല്ലാം കണ്ടു പഠിച്ച് അവര് 2011 മുമ്പ് തന്നെ അവരുടെ പ്ലേറ്റ് മാറ്റി. ഈ പരിപാടിയല്ല, ഞങ്ങൾക്ക് അഹിംസയൊക്കെ മാറ്റി അതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ റോഹിംഗ്യൻസിന്റെ കൂടെ നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റക്കാരായി വരുന്നവരുടെ മുസ്ലിങ്ങളുടെ ബംഗ്ലാദേശുകാരുടെ കൂടെ നിൽക്കുന്നതാണ് എനിക്ക് നല്ലതെന്ന് അവർക്ക് മനസ്സിലായി. കാരണം ഹിന്ദുക്കൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ വോട്ട് ചെയ്യും, ഒരു വിഭാഗം വോട്ട് ചെയ്യും, കാരണം മറ്റേ വിഭാഗം തകർന്നിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടി തകർന്നു, കോൺഗ്രസ് തകർന്നു, അപ്പോൾ അവിടെ എനിക്ക് വോട്ട് ചെയ്തോളും. BJP എന്ന് പറയുമ്പം എല്ലാവർക്കും ഈ ഇവിടുത്തെ കേരളത്തെ കൂട്ട് തന്നെയാണ്, അവിടെ കമ്മ്യൂണിസ്റ്റുകൾക്കൊന്നും അത്ര ദഹിക്കില്ല, ഇതെല്ലാം വർഗീയവാദികളാണെന്ന് പറഞ്ഞിട്ട്. അതാണ് BJPക്ക് UP-ൽ താങ്കൾ ചോദിച്ച പോലെ, UP-ൽ വളർന്നല്ലോ പെട്ടെന്ന്, അമിത്ഷാ ചെന്ന ഉടനെ അത് വളർന്നല്ലോ, ഇവിടെ എന്താ വളരാത്തതെന്ന് ചോദിക്കുന്നതിന്റെ കാരണം അതാണ്. കേരളം പോലെ തന്നെയാണ് അവിടുത്തെ ഹിന്ദുക്കളിൽ ഒരു മാർക്സിസത്തിന്റെ സ്വാധീനവും. അപ്പൊ അതിനകത്ത് മതേതരം എന്ന് പറഞ്ഞ് അവര് ചിന്തിക്കുന്നത് സ്വന്തം മതത്തിനെ അധിക്ഷേപിക്കുക, സ്വന്തം മതത്തിന്റെ ചവിട്ടുകൊള്ളുക, എന്നിട്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് മറ്റേ മതങ്ങളെ കൈയടിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ഇതാണ് അവരുടെ ഒരു ലൈനായിട്ട് അവരുണ്ടായിരുന്നത്. പക്ഷേ കുറേശ്ശെയായിട്ട് അവരിപ്പം മാറിയിട്ടുണ്ട്.
അവരിൽ വലിയ ഒരു ഭാഗം ചിന്തിക്കാനും തുടങ്ങി. ഇതിപ്പോൾ മാർക്സിസ്റ്റ് ഭരണത്തെക്കാൾ മോശമാണല്ലോ ഇപ്പം ദീദിയുടെ ഭരണം. കാരണം ബലാത്സംഗത്തെ പോലും അവർ പണ്ട് ബലാത്സംഗത്തിന് അവര് റൈറ്റേഴ്സ് ബിൽഡിങ്ങിൽ കയറിയ ആളാണ്. അവിടെ അത്തിച്ചാർജ് നടന്നപ്പോൾ അവർ പ്രതിജ്ഞ എടുത്താണ്, ഇനി മേലിൽ ഞാൻ കൊണ്ട് പോകില്ല, CM ആയാൽ മാത്രമേ ഞാൻ ഈ ബിൽഡിങ്ങിലോട്ട് വരികയുള്ളൂ എന്ന്. നമ്മുടെ സെക്രട്ടേറിയറ്റിൽ ജാഥയ്ക്ക് പോകുമ്പോഴേ പ്രതിജ്ഞ എടുക്കുമ്പോൾ ഇനി ഞാൻ മുഖ്യമന്ത്രി ആയാലേ ഇവിടെ കാലുകുത്തു എന്ന് പറയുന്ന പോലെ അവര് അവിടെ പ്രതിജ്ഞ എടുത്ത ആളാണ് മമതാ ബാനർജി. അങ്ങനെ 2011 അവർ അധികാരത്തിൽ വന്നു. അതിനുശേഷം പിന്നെ ഭരണവും കൂടെ കിട്ടിയപ്പം, റൗഡിക്ക് ഭരണം കിട്ടിയാലത്തെ അവസ്ഥ പിന്നെ ആലോചിക്കണ്ടല്ലോ. റൗഡി SI ആയാലും എങ്ങനെ ഇരിക്കും, അതുപോലെയാണ്. എല്ലാത്തിനെയും അടിച്ച് നിരത്തി ഫ്ലാഷ് ആക്കി അതുപോലത്തെ ഒരു ശൈലിയാണ് ഇപ്പോഴും തുടരുന്നത്. ആ സ്റ്റേഷൻ പരിധിയിലെ ഏറ്റവും വലിയ റൗഡി SI ആയിരിക്കും. പിന്നെ അവിടുത്തെ റൗഡിക്ക് നിലനിൽക്കാൻ നോക്കില്ല, പോലീസുകാരന് നിലനിൽക്കാൻ, രാഷ്ട്രീയക്കാരന് നിലനിൽക്കാൻ നോക്കില്ല. ആ വിധത്തിലായി പോകും. ഇപ്പം അതേപോലത്തെ അവസ്ഥയിലാണ് ബംഗാൾ. അപ്പം ബംഗാളിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നതിന് മാർക്സിസ്റ്റ് BJP വളരെ ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് വേറൊന്നുമല്ല, 1 കോടിയോളം വരുന്ന നുഴഞ്ഞ കയറ്റക്കാരാണ് ഇവരുടെ ബലം. ഇവരെ സൗകര്യപൂർവ്വം ഇവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഇവർ അതിർത്തി കടന്നു വരും, എവിടെ വേണോ താമസിക്കും, പുള്ളി കെട്ടി താമസിക്കും, പോവും, അങ്ങനെയാണ്. ഇവരെ പല മണ്ഡലങ്ങളിൽ ഇവരങ്ങ് വീതിക്കും. 5000, 6000, 10000 വോട്ട് വീതം കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ മണ്ഡലങ്ങളിൽ അവരങ്ങ് നിശ്ചയിക്കും. അവർ ഓരോ 5 വർഷം കൂടുമ്പോഴും അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിശ്ചയിച്ച് അവിടുത്തെ വോട്ടർ പട്ടികയിൽ ഇവരെ ചേർത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ SIR വന്നപ്പോൾ ഈ കളിയല്ല. അങ്ങനെ ആരെയും കൊണ്ടുവന്ന് വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറ്റാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഇവിടെയാണ് മമതാ ബാനർജി തള്ളിപ്പോയത്. അപ്പം അറ്റകൈ പ്രയോഗമാണ്. സുപ്രീം കോടതിയിൽ കയറി കറുത്ത ഷാളും അണിഞ്ഞങ്ങോട്ട് ചെന്ന് ഇവർ നിരത്തിയാൽ സംഗതി നമുക്ക് അനുകൂലമാകുമെന്ന് വിചാരിച്ചു. പക്ഷേ സുപ്രീം കോടതി കളി മനസ്സിലായി. സുപ്രീം കോടതി ഇതെല്ലാം പഠിച്ചിട്ട് അവിടുന്ന് ജഡ്ജസിന്റെ കമ്മിറ്റിയെ വിട്ടപ്പോൾ അവരെ തടഞ്ഞു വെക്കുകയും പൂട്ടിയിടുകയൊക്കെ ചെയ്തപ്പം അരാജകത്വത്തിന്റെ അങ്ങേയറ്റമാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത ഒരു അരാജകത്വമാണ് എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ബംഗാൾ ഇന്ത്യയുടെ ഒരു ഗാസയാണ്. ആ രീതിയിലാണ് അവിടെ. ഇപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞ വലിയ രീതിയിൽ ഞാൻ അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 3-4 മണ്ഡലങ്ങളിൽ നമ്മൾ ഗാസയിൽ പ്രവേശിക്കുന്നതിനും പിന്നെ എളുപ്പമാണ് ഈ ഇസ്രായേലുകാർക്ക്. കാരണം അവൻ എങ്ങനെയെങ്കിലും മുർഷിദാബാദ്, മാൾഡ, 24 പർഗാനസ്, ഉത്തർ ദിൻജാപൂർ, ഇങ്ങനെ ഇതെല്ലാം ഭയങ്കര കോട്ടകളാണ് അവരുടെ. അവിടെ നുഴഞ്ഞുകയറ്റക്കാരുടെ അവിടെയൊന്നും കയറി ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ ബംഗാൾ മൊത്തത്തിലല്ല പറഞ്ഞത്, ഗാസയെന്ന് പറഞ്ഞ ഒരു സ്ട്രിപ്പാണല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ഒരു അതിർത്തി അവരുണ്ടാക്കി സ്ട്രിപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അക്രമം കാണിക്കുക, തിരിച്ചങ്ങോട്ട് പോവുക, ആവശ്യമുള്ളപ്പോൾ തിരിച്ചു വരിക, അക്രമം കാണിക്കുക, വേറെ ഏതെങ്കിലും സ്ഥലത്ത് വോട്ട് ചെയ്യണമെങ്കിൽ അതിലും കഴിഞ്ഞ് മുന്നോട്ട് വന്നിട്ട് മണ്ഡലങ്ങൾ തിരിച്ച് അവർ നിൽക്കുക. ഈ പരിപാടിയാണ് സാർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാക് ഒക്കുപൈഡ് കാശ്മീർ പോലെ. ഈ ഭീകരന്മാർ ഇങ്ങോട്ട് നുഴഞ്ഞു കയറും, ഇവിടെ വേണ്ട അവർ വെടിവെച്ചിട്ട് പോവേ ഉള്ളൂ. ഇതങ്ങനെയല്ല. ഇത് കുടിയേറി പാർത്ത് അവിടെ ഞങ്ങൾ ജനങ്ങളെ പോലെ നിൽക്കുകയാണ്. ഇന്ത്യൻ പൗരന്മാരെ വെടിവെക്കാനും തുരത്താനും കൊല്ലാനും ഒക്കെ എളുപ്പമുണ്ട്. കാരണം അവനും തോക്കും കൊണ്ടാ വരുന്നത്. നമ്മൾ ഇവിടെ വെച്ചാൽ ആരും ഉത്തരം പറയില്ല, ഒന്നും പറയില്ല. ഇതങ്ങനെയല്ല. ഇന്ത്യൻ ആണോ അല്ലയോ ചോദിച്ചാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം 71 മുതൽ ഇങ്ങനെ വന്ന അഭയാർത്ഥികൾ ഉൾപ്പെടെ ഒരു വലിയ സംഘം അവിടെ ഉണ്ട്. അപ്പൊ ഇതിൽ തീവ്രവാദിയാര്, യഥാർത്ഥ അഭയാർത്ഥിയാര്, മറ്റു വിഭാഗങ്ങളാര്, ഇന്ത്യൻ പൗരനാരെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ ആ അവസ്ഥയിൽ നിന്നൊരു മാറ്റമാണ് ഇപ്പം നമ്മള് ഈ ശരിക്കും 91 ലക്ഷം പേരെ SIRലൂടെ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കും. വോട്ടർ പട്ടിക ഏതാണ്ട് ശുദ്ധീകരിക്കപ്പെട്ടു. ഇപ്പോഴും ഒരുപാടുണ്ട്. കാരണം അതൊന്നും ചിലത് മാറ്റാൻ നോക്കില്ല. കാരണം സുപ്രീം കോടതിയും പറഞ്ഞു കഴിഞ്ഞ തവണ വോട്ട് ചെയ്തവരും അതിന് മുമ്പേ വോട്ട് ചെയ്തവരും ഒന്നും ഇങ്ങനെ മാറ്റാൻ നോക്കില്ല എന്ന് പറഞ്ഞു. അതൊക്കെ വീണ്ടും ഉൾപ്പെടുത്തി. ഇതൊന്നും അല്ല ശരിക്കും, ഇതിനേക്കാൾ കൂടുതലുണ്ട്. പക്ഷേ അത് സുപ്രീം കോടതി പറഞ്ഞ് 1ഉം 2ഉം തവണയൊക്കെ വോട്ട് ചെയ്തവരെ ഒന്നും മാറ്റാൻ നോക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അഡ്രസ്സും ബന്ധവും ഇല്ലാത്തവരെയാണ് 91 ലക്ഷത്തിനെ ഇപ്പൊ പുറത്താക്കിയിരിക്കുന്നത്. എന്നിട്ടാണ് മമതാ ബാനർജി കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. ഇപ്പൊ ആ വിഷയം പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നില്ല, ഇപ്പൊ വേറെ വിഷയങ്ങളാണ്. പിന്നെ മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാൻ നോക്കുന്നു, അവരെ അവരിൽ ഒരു വിഭാഗത്തിനെ അടർത്തിയെടുക്കുന്നു, എന്നിട്ട് അവരെ കൊണ്ട് മറ്റുള്ളവരുടെ വോട്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കളിയാണ്. മമതാ ബാനർജി ഹിന്ദുക്കളുടെ വോട്ട് എത്രയോ പ്രാവശ്യം ഡിവൈഡ് ചെയ്യാൻ നോക്കി, അതൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇത് അവർ വലിയ വിഷയമാക്കി അങ്ങനെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കളിയിലൊന്നും കാര്യങ്ങൾ നടക്കും എന്ന് എനിക്ക് ഉറപ്പില്ല. ഈ മദ്രസകൾക്ക് കേന്ദ്ര ഗവൺമെന്റ് 6000 കോടി കൊടുത്തത് പോലും അവർ വകമാറ്റി ചെലവഴിക്കുകയും അതവിടെ എത്താതിരിക്കുകയും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ വകയാണെന്ന് സ്ഥാപിക്കുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത സഹായങ്ങൾ പോലും
അവരവിടെ എത്തേണ്ടടുത്ത് എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് മറ്റ് വിഭാഗങ്ങൾ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർ മുസ്ലിമിൽ തന്നെ പല മമതയോട് ഒരു വലിയ അപ്രീതിയുള്ള അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെല്ലാം തിരിച്ച് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ മുസ്ലിങ്ങളെയും കുറെ പേരെ അവെയർ ആക്കിക്കൊണ്ട്. അത് ഹുമയൂൺ കബീറിന്റെ ഒക്കെ നേതൃത്വം, ഹുമയൂൺ കബീറാണ് അതിന്റെ നേതൃത്വം കൊടുക്കുന്നത്. 30 മണ്ഡലങ്ങളിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ അതിനവര് ആരോപിക്കുന്നത് ഹുമയൂൺ കബീറാണ് BJPയുടെ ബി ടീമായിട്ട് 1000 കോടി കേന്ദ്ര സർക്കാരിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് കളിക്കുന്നതാണ്, മമതയെ തോൽപ്പിക്കാൻ കളിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ അവര് വിഷയങ്ങൾ പലതരക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതല്ല, അവർക്ക് മനസ്സിലായി ഇവര് യഥാർത്ഥ നിലവിലെ ആ ഇന്ത്യൻ മുസ്ലിങ്ങളെ അല്ല അവർ സംരക്ഷിക്കുന്നത്, അവർ സംരക്ഷിക്കുന്ന ഈ റോഹിംഗ്യൻസിനെ ബംഗ്ലാദേശികളെയാണ് സംരക്ഷിക്കുന്നത്. അത് നാട്ടുകാരനായ മുസ്ലിമിനെ സംരക്ഷിക്കുന്നത്. അത് വലിയ ആപത്താണ് അവർക്കും. അത് അവർ തിരിച്ചറിഞ്ഞു. അപ്പൊ അവര് മനസ്സിലാക്കി ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കും പ്രശ്നമാണ്. കാരണം ഈ മുസ്ലിമിനെ അടച്ചാക്ഷേപിക്കുന്ന പോലെ ആയി പോകും പിന്നെ അവസാനം. ഇത് ബംഗ്ലാദേശിൽ നിന്ന് വന്നവനാര്, ഇന്നലെ നാട്ടിലുള്ള മുസ്ലിംമാര് അത് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായി. അത് മാത്രമല്ല സാർ, ഇന്നലെ അവിടുത്തെ ഹിന്ദുക്കളോടായിരുന്നു ഇവർ ഏറ്റുമുട്ടുന്നതെങ്കിൽ ഇന്നും നാളെയും അവർ തദ്ദേശീയരായ മുസ്ലിങ്ങളോടായിരിക്കും ഏറ്റുമുട്ടുന്നത്. അല്ല, അത് വന്നു കഴിഞ്ഞു. ഇപ്പം അവിടെ വന്നു കഴിഞ്ഞാൽ ഈ റോഹിംഗ്യൻസിന് കണ്ണും നോക്കൂല. അവര് വെട്ടി. അത് നമ്മൾ ആസാമിൽ പലപ്പോഴും കണ്ടതാണ്. പിന്നെ അല്ല, ഇവിടെ തന്നെ ഡിവൈഎഫ്ഐയുടെ ഓഫീസുകളൊക്കെ തകർത്തതാരാണ്? ഡിവൈഎഫ്ഐക്കാരെ ഓടിച്ചതാരാണ്? ബംഗാളിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരുടെ, ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരുടെ വീടടിച്ച് തകർത്തതാരാണ്? അവിടെ എല്ലാം തൃണമൂലിന്റെ കൊടി കൊണ്ടുവച്ച് പാർട്ടി ഓഫീസുകൾ പിടിച്ചെടുത്ത് പിന്നെ തൃണമൂലിന്റെ ഓഫീസാക്കിയത് മാറ്റിയതാരാണ്? ഇതെല്ലാം റോഹിംഗ്യൻസ് ആണ്. അതാണ് അവരുടെ കരുത്ത്. അവരൊരു പട്ടാളം പോലെ ഇവരെ ഒരു ക്രിമിനൽ സംഘമായിട്ട് കൊണ്ടുവരുന്നത്. 14,000 കിലോമീറ്റർ വരുന്ന ബോർഡറിൽ എവിടുന്ന് വേണമെന്ന് ഒഴിഞ്ഞു കയറാൻ. അവിടെ ഒന്നും കമ്പി വേലി കെട്ടാനും ഒക്കില്ല, ഒന്നും കമ്പി വരെ എടുത്തോണ്ട് പോക്കോളാൻ പറയും. ഈ കൊണ്ടിടുന്ന കമ്പിയെയും പോസ്റ്റിനെയും എല്ലാം എടുത്തോണ്ട് പോക്കോളാനാണ് അവർ പറയുന്നത്. അത്തരത്തിലാണ് അവർ. നമ്മൾ ഏറ്റവും ഒടുവിൽ കേട്ടത് ഈ അതിർത്തിയിൽ പലയിടത്തും ചീങ്കണ്ണികളെയും വിഷപ്പാമ്പുകളെ ഇറക്കണം എന്നവരെ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. കാരണം അതല്ല, ആ തരത്തിലുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്രശ്നം മറ്റൊന്നുമല്ല, നമ്മൾ നെയ്യാർ ഡാമിൽ കൊണ്ട് ചീങ്കണ്ടി ഇട്ട പോലെ ആവും, നാട്ടുകാരെയും പിടിച്ച്. അതാണ് അതിനകത്തെ ഒരു പ്രശ്നം. അതുകൊണ്ടാണ് അത്. അല്ല, അത് ഈ ചതുപ്പ് നിലങ്ങളാണ് കൂടുതലും. അപ്പൊ പിന്നെ ഇത് വലിയ അപകടമാണ്. അതൊക്കെ ഭയങ്കര അപകടമാണ്. ഇത് പെറ്റുപെരുകാനും മിടുക്കന്മാരാണ്. ചീങ്കണ്ണിയൊക്കെ വളരെ പെട്ടെന്ന് പെറ്റുപെരുകും. അപ്പൊ അവരെ കിട്ടിയാൽ കത്രയെ പോലെ കണ്ടിച്ച് കൈയും കാലും ഒക്കെ കൊണ്ടുപോകും. അപ്പൊ അവ പ്രശ്നങ്ങളും ഉണ്ട്. എന്തായാലും ബംഗാളിൽ കഴിഞ്ഞ തവണത്തെ റിസൾട്ട് അല്ല, അതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഒരു ഭൂരിപക്ഷം കിട്ടുന്ന റിസൾട്ടിലേക്കാണ് BJP പോയിക്കൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷം അവർക്ക് നേടാൻ കഴിയും. അടുത്ത 294 അംഗ സർക്കാർ അസംബ്ലിയിൽ 150ഓളം സീറ്റ് വേണം. 150 അടുപ്പിച്ച് 147-148 സീറ്റ് ഉണ്ടെങ്കിൽ 148 സീറ്റ് ഉണ്ടെങ്കിൽ ഭരിക്കാൻ പറ്റും. അതിലേക്കുള്ള ഒരു നീക്കമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 100ലേറെ സീറ്റുകൾ ഇപ്പൊ തന്നെ അവർക്ക് അഷ്വേർഡ് ആണ്. പിന്നെ പ്രശ്നബാധിത സ്ഥലങ്ങളും മറ്റും ഒക്കെ ഉണ്ട്. പിന്നെ അവർക്ക് വോട്ട് ചെയ്യാനായിട്ട് പലരും ധൈര്യത്തോടെ വരാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെയൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരും അത് കൺട്രോൾ ചെയ്യാനാണ് നേരിട്ട് അമിത്ഷാ തന്നെ അവിടെ പോകുന്നതും അവിടെ പാർട്ടിക്കാർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ വളരെ സ്ട്രോങ് ആണ്. ഇത്തവണ യാതൊരു കാരണവശാലും പേടിപ്പിച്ചും പീഡിപ്പിച്ചും വോട്ട് മാറ്റാൻ വോട്ട് മാറ്റാൻ പറ്റില്ല. വോട്ട് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കുത്താനായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ബംഗാളിൽ ഒരു മാറ്റം. അല്ല, അതിന്റെ ഒരു ആശങ്കയും അങ്കലാപ്പും മമതയുടെ പ്രവൃത്തിയിലും മുഴുവനും കാണാനുണ്ട്. അവരാകെ മമത വളരെ ഫെഡപ്പായിട്ട് നിൽക്കുകയാണ്. അവശ്യമാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇങ്ങനെ ഓടി നടക്കുന്നതേ ഉള്ളൂ. അവര് വളരെ ഈ അണയാൻ പോകുന്ന ദീപം ആളിക്കത്തും എന്ന് പറഞ്ഞ പോലത്തെ ഒരു. നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഒരുപാട് ഹോർമോണുകൾ ഉണ്ടാവും. അതെ, ആ ഹോർമോണുകൾ നമുക്ക് ആവശ്യമില്ലാത്ത രോഗങ്ങൾ ഉണ്ടാകും. ജീവിതശൈലി രോഗങ്ങൾ അതാണ്. ഹെക്ടിക് ആയിട്ട് വർക്ക് ചെയ്ത് മനസ്സിന് ഭ്രാന്ത് പിടിപ്പിക്കുമ്പോഴേ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരും. പ്രഷർ, ഷുഗർ, ഹാർട്ട്, ലിവർ, കിഡ്നി എന്ന് പറഞ്ഞുകൊണ്ട് പലത് വരും. അവസാനം ക്യാൻസർ. ഇതുപോലെയാണ് നമ്മൾ ഈ തെറ്റായ ചിന്തകളിലൂടെ നമ്മളിങ്ങനെ പോയാലും ഇത് തന്നെയാണ്. ഈ ഹെക്ടിക് ആകുന്ന പോലെ അല്ലെങ്കിൽ സ്ട്രെയിൻ എടുക്കുന്നത് പോലെ അതേ ഇഷ്യൂ ആണ്. നമ്മൾ തെറ്റായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ബ്രെയിനിനെ കൂടുതൽ ഉപയോഗിക്കുമ്പോഴും നമുക്ക് പല അസുഖങ്ങളും സംഭവിക്കും. ഇത് നമ്മുടെ കോശങ്ങളെല്ലാം നമുക്ക് രോഗമായി മാറും. ഈ കോശങ്ങൾ ഇങ്ങനെ ഒരു സാധനമുണ്ട്, അത് പലർക്കും അറിയില്ല. ഇപ്പൊ എൻ്റെ എതിരെ വന്ന് ഒരു ശത്രു ഇരിക്കുമ്പോൾ എനിക്ക് നമ്മളൊരു ശരീരം ഒന്ന് അൺകംഫർട്ടബിൾ എന്തുകൊണ്ടാകുന്നു? ഓരോ കോശങ്ങളും പറയുകയാണ് നമ്മളോട്, ഇതാ നിന്റെ എതിരാളിയാണ് മുമ്പേ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഒരാളെ നേരിടുമ്പോഴും ഇത് തന്നെയാണ്. നമ്മൾ ഒരാളെ ശത്രുവായിട്ട് നേരിടുമ്പോഴും ഈ കോശങ്ങളെല്ലാം ഇങ്ങനെ
ആക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതിങ്ങനെ പല പ്രാവശ്യം ആക്ട് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ദൗർബല്യങ്ങൾ സംഭവിക്കും, ശരീരത്തിന് ഒരുപാട് കേടുവരികയും ചെയ്യും. ഇതാണ് പല വലിയ നേതാക്കൾക്കും പറ്റുന്ന അബദ്ധങ്ങൾ. അവരാരും ഈ തെറ്റിൻ്റെ ദോഷം തൻ്റെ ശരീരത്തിനും മനസ്സിനും ബാധിക്കുന്നത് അറിയാറില്ല. എന്തായാലും ബംഗാളിൽ ഒരു ശുദ്ധീകരണം നടക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.